ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ അമ്പലത്തിലാണെങ്കിൽ അവസാനത്തെ ദിവസമാണ്, ഉത്സവം തീരെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊങ്കാലയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു കുട്ടി ഫാനാണ്. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം ഒരുപാട് ആഗ്രഹമാണ് ഗൈസ്. അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എന്തോ എൻ്റെ ഡൈഹാർഡ് ഫാനാണ്, ഞാൻ പേര് മറന്നു കേട്ടോ. പിന്നെ ഇന്ന് പൊങ്കാലയാണ് ഗൈസ്. അപ്പോൾ അവസാനത്തെ 5 ദിവസത്തിൽ ഫൈനൽ ഉത്സവമാണ്. അതായത് ഇന്ന് തീരെയാണ് നമ്മുടെ ഉത്സവം. ഇന്നത്തോടെ എൻ്റെ അമ്പലത്തിലെ എല്ലാ കലാപരിപാടികളും തീരുന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാണും, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഇത്രയും ദിവസം അടിച്ച് പൊളിച്ച് മറിഞ്ഞതാണ്. അപ്പോൾ കുഴപ്പമില്ല, ഉത്സവം എല്ലാ വർഷവും വരും. എല്ലാ വർഷവും ഇവിടെ തന്നെ ഉത്സവമൊക്കെ കാണും, കോവിൽ ഇവിടെ തന്നെ കാണും, ഒരു മാറ്റമൊന്നുമില്ല. എന്നാലും ഒരു വിഷമം. ഇപ്പോൾ പൊങ്കാല പൊങ്ങിയിട്ടുണ്ട്. പൊങ്കാല എനിക്ക് അറിഞ്ഞുകൂടെ നിവേദിച്ചിട്ടുണ്ട്, എന്തോ പറയും, പൊങ്ങിത്തൂവി. പിന്നെ അതിനായിട്ട് ഐസ്ക്രീം കൊടുത്തോട്ടെ. പിന്നെ ഞാൻ നേരെ ഓടിപ്പോയത് ഫുഡ് കഴിക്കാനാണ്. അന്നദാന സദ്യയല്ല, സമൂഹ സദ്യയാണിന്ന്. അപ്പോൾ ചേറിൽ കഫേയിലിട്ട് നയിക്കുന്നതാണ് സമൂഹ സദ്യ. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആശും കൂടെയാണ് ഓടിപ്പോയത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇലയിട്ട് ഒരുപാട് കറികളുണ്ട്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു 10 കറികളെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പം 10 കറികളും കൂട്ടി നല്ലൊരു ഗംഭീര സമൃദ്ധമായ ഭക്ഷണമാണ്. 10 അതിൽ കൂടുതൽ കാണും, പായസം, അങ്ങനത്തെ കുറച്ച് കൂട്ടുകറി, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നല്ല ചോറ്, പരിപ്പ്, പപ്പടം, പിന്നെ അതിൻ്റെ പുളിശ്ശേരി വന്നു, മോര് വന്നു, കടലപ്പായസം വന്നു, സേമിയ വന്നു, അങ്ങനെ കുറേ ഐറ്റംസ് വന്നു. എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ നല്ല ഫുഡായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫുഡ് കഴിച്ചതിൻ്റെ ഒന്ന് തിളപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഡാൻസ് കളിക്കാൻ പോയതാണ്. അവിടെ ആണെങ്കിൽ ആരും ഇല്ലാതെ കുറച്ച് ഏട്ടന്മാരും ഒരു ചേച്ചി ഇരുന്ന് പാടുന്നുണ്ട്, ഒറ്റ മനുഷ്യരില്ലായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ ഒരു വൈബിന് വേണ്ടി പോയി ഡാൻസ് കളിക്കാൻ പോയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഫൈനലി നമ്മൾ ടഫ് സ്റ്റെപ്പൊക്കെ ഇട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ടൈപ്പ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും പപ്പടം. സത്യം പറഞ്ഞാൽ കാപ്പി കൊള്ളൂലായിരുന്നു. കടല എന്തോ വെന്തിട്ടില്ലായിരുന്നു, അവിടെ പച്ച കടലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് തിരുവാതിരയുടെ എനിക്ക് തിരുവാതിരക്കുള്ള സൈഡിൽ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. കാണാൻ അതിൻ്റെ അമ്മ കളിക്കുന്നതനുസരിച്ച് അതുപോലെ സ്റ്റെപ്പ് ഇടുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അവസാന ദിവസത്തെ കോസ്റ്റ്യൂം. കൊള്ളാമോ ഗീസ്? അപ്പം എനിക്കിത് ശാലിനി ചേച്ചിയാണ് വെച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ശാലിനി ചേച്ചിയാണ്. ഞാൻ എന്ത് പറയൂ അതുപോലെ പക്കയായിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തരും. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് തയ്ക്കും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കെന്തോ ആ ചേച്ചി തച്ചാലേ എനിക്ക് ഡ്രസ്സ് കംഫർട്ട് ആവുള്ളൂ. എനിക്ക് ആ ചേച്ചി തച്ചാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ എൻ്റെ ഡ്രസ്സൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ അതുപോലെ തച്ചിട്ടുണ്ട്. എനിക്ക് ചേരുന്നുണ്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ ഞെർത്തെടുത്ത് ചാവാത്ത ഭാഗ്യമാണ്. എനിക്കത് കുറച്ച് ഭ്രാന്തളയുണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞാണ് ഫൈനലി അവസാനിക്കുന്നത് തുള്ളലുണ്ട് കേട്ടോ. തുള്ളലെന്ന് വെച്ചാൽ നമ്മൾ പായസം എടുത്ത് ദേഹത്ത് വീഴ്ത്തുന്നതും പൂവെടുത്ത് എറിയുന്നതും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. അറിയാവുന്നതുപോലെ പറയുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മൾ നല്ല മഞ്ഞ കളറുള്ള പായസമാണെങ്കിൽ അടുപ്പിലിട്ട് നല്ല തീയോടെ വെച്ചിരിക്കും. അതിനെടുത്ത് ഈ നമ്മൾ തെങ്ങിൻ്റെ പൂക്കൊല കൊണ്ട് നമ്മൾ ദേഹത്തെടുത്ത് എറിയും. സത്യം പറഞ്ഞാൽ അതൊക്കെ പവർഫുൾ കാര്യമാണ്. നമ്മൾ വല്ലതുകൊണ്ട് അങ്ങനെ എറിയണമെങ്കിൽ വെന്തു പോകും. പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു അനുഗ്രഹം എന്തോ കിട്ടിയത് കൊണ്ടാണ് അവർക്കൊന്നും പറ്റാതെ. ഈ പായസവും ഇങ്ങനെ എടുത്തെറിഞ്ഞതിന് ശേഷം ഫൈനലി നമ്മൾ അമ്പലത്തിലുള്ള പൂവിനെ എടുത്തെറിയും. ഇതൊക്കെ അനുഗ്രഹം കെട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഒരു ഗുരുഫിയും കഴിഞ്ഞ് എൻ്റെ ഈ വർഷത്തെ ഉത്സവം അവസാനിച്ചു. ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് അടിപൊളി ഉത്സവമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ലവ് യു ആൾ, ടാറ്റാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് മാത്രം പോയാൽ പോലും സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.